പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ അവാർഡ് സമ്മാനിച്ചു. ചടങ്ങിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ അവാർഡ് സമ്മാനിച്ചു. ഹൈബി ഈഡൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് TM റിഫാസ് അധ്യക്ഷത വഹിച്ചു. ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ടാണ്. എക്കാലത്തും പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ പനയപ്പള്ളി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള കുട്ടികൾക്ക് ആദരവുമായി പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പനയപ്പള്ളിയിലെ മികച്ച സ്കൂളിന് ലഭിച്ച MOH സ്കൂള് 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളാണ്. പ്രത്യേകം ആ സ്കൂളിനെ ആദരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പശ്ചിമ കൊച്ചിയിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്ത് പണ്ട് കാലങ്ങളിൽ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ച സ്കൂളുകളായിരുന്നു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്ത്. ഇന്നിപ്പോ തീർച്ചയായും അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോ 100% ഒരു ഉന്നത വിജയവുമായിട്ടാണ് പശ്ചിമ കൊച്ചിയിലെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മേഖലകളിലുള്ള വിജയം നമ്മുടെ യുവാക്കളും യുവതികളും കൈവരിച്ചു വരുന്നത്. തീർച്ചയായും അത് നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും കൂപ്പണിന്റെ ഉദ്ഘാടനവും N വേണുഗോപാൽ നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക സംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ സംഘടനകളും ഒക്കെയാണെങ്കിൽ പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റിഫാസും അദ്ദേഹത്തെ സഹായിച്ച മുഴുവൻ ആളുകളും 10ാം ക്ലാസ്സിൽ മുഴുവൻ പാസ്സായ വിദ്യാർത്ഥികൾക്ക് അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരമൊരു ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. A+ മുഴുവൻ കിട്ടിയ കുട്ടികൾക്ക് ചടങ്ങ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച സ്കൂളുകൾക്ക് കൊടുക്കാറുണ്ട്. 100% വിജയം കരസ്ഥമാക്കിയ MMOHS പ്രധാന അധ്യാപിക ഷൈൻ VM-ന് ചടങ്ങിൽ അവാർഡ് കൈമാറി. പ്രൊഫസർ ഡോക്ടർ PM മുസ്തഫ, ഗായകൻ പ്രദീപ് പള്ളുരുത്തി, മുൻ വ്യോമസേന അംഗം റോയി K. ജോർജ്, ബ്ലോക്ക് പ്രസിഡന്റ് VH ഷിഹാബുദ്ദീൻ, ജില്ലാ ഭാരവാഹികളായ KM റഹീം, അജിത് അമീർ ബാവ, MA മുഹമ്മദ് അലി, AM അയ്യൂബ്, കൗൺസിലർമാരായ ആന്റണി കുരീത്തറ, ബാസ്റ്റിൻ ബാബു, ഷൈല തദ്ദേവൂസ്, ബ്ലോക്ക് ഭാരവാഹികളായ ഷമീർ, മുഹമ്മദ് യാസീൻ, അൻസാരി കളരിക്കൽ, ഷീജ സുധീർ, അഫ്സൽ അലി, TA ഖലീൽ, ലൈല കബീർ, സുനിത ഷമീർ, ഷാഹി നൈന, ഫാസില എന്നിവർ നന്ദി രേഖപ്പെടുത്തി. ഈ ചടങ്ങിൽ എനിക്ക് മുമ്പേ സംസാരിച്ച N വേണുഗോപാൽ പറഞ്ഞതുപോലെ വിജയിച്ചിട്ടുള്ള എല്ലാവരെയുമാണ് ഇവിടെ അഭിനന്ദിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളിന് അംഗീകാരം, അവർക്കും ഒരു ആദരവ് നൽകും. നമുക്കറിയാം, കഴിഞ്ഞ ഈ റിസൾട്ട് വരുന്ന സമയങ്ങളിൽ ഓരോ മാതാപിതാക്കളും വല്ലാത്തൊരു ടെൻഷനിലായി. നമ്മുടെ മക്കൾ വിജയിച്ചു എന്നറിയുമ്പോൾ സന്തോഷം വളരെ വലുതാണ്. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ രക്ഷകർത്താക്കളുണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ മുമ്പാകെ ഒരു കരിയർ ഗൈഡൻസ് എന്നുള്ള ലെവലിൽ വ്യത്യസ്ത അഭിരുചിയുള്ളവരുടെ മുമ്പാകെ നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാൻ വളരെയധികം പ്രയാസകരമാണ്. എന്നാലും നിങ്ങൾക്ക് സഹായകരമാവുന്ന ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ എന്റെ ഈ സംസാരം ചുരുക്കാം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയുന്നത്.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. +2 2 മാസം. ജോലിയോടൊപ്പം ഡിഗ്രി, PG, LLB, B.Ed പഠനം. ദീപ കോളേജ് 9895643526 www.deebacollege.com